അപ്പോൾ എനിക്ക് അൾസിമേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, സ്ട്രോക്കിൻ്റെ പ്രശ്നമുണ്ട്, മെമ്മറി ലോസിൻ്റെ പ്രശ്നമുണ്ട്. പ്രലോഭനങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഞാൻ മുട്ട നിന്ന് കൈവിരിച്ച് പിടിച്ച് ഈ 4 ജപമാലയും കൈവിരിച്ച് പിടിച്ച് ചെല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ പ്രലോഭനമൊക്കെ അങ്ങ് വിട്ടുപോകും. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ആദ്യത്തെ പരിപാടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അത് 4 ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കും. മാതാവിനെ പിടിച്ചാൽ ഏത് കാര്യമായാലും, എത്ര അസാധ്യം നമ്മൾ പറയുന്ന കാര്യമായാലും അത് കിട്ടും. കിട്ടണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോ, മറിയം, യൗസേപ്പേ ഞങ്ങൾക്ക് കൂട്ടായി ഉണ്ടായിരിക്കണമേ. എൻ്റെ പേര് ജോസ്, ഭാര്യ സഹജമ്മ. ഞാൻ സാധാരണ നേരത്തെ കർത്താവിനിക്ക് എണീക്കാൻ തന്നിരുന്ന സമയം 5 മണിയായിരുന്നു. അടുത്ത കാലത്ത് 5 എന്നുള്ളത് മിക്കവാറും 3 മണിയാകുമ്പോൾ ഉണർന്നിരിക്കും. ഉണരുമ്പോഴേ ജപമാല എടുക്കും, മാതാവിനെ അടുത്ത് വിളിക്കും. 4 ജപമാലകളും ചെല്ലും. അതിൽ ഓരോരോ നിയോഗങ്ങളുണ്ടായിരിക്കും. ലുത്തിനിയ ചെല്ലുന്നത് പോലെ ആയിരിക്കും ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നത്. അങ്ങനെ അത് കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പിന്നെ അൾസിമേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, സ്ട്രോക്കിൻ്റെ പ്രശ്നമുണ്ട്, മെമ്മറി ലോസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണർന്ന് ജപമാല കഴിഞ്ഞ് വിശുദ്ധരോടുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു സ്വർഗ്ഗസ്വനായ പിതാവേ കരമുയർത്തി, നന്നായിട്ട് ഉയർത്തി, ശരിക്കും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ആ പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലി പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് വിട്ടുകൊടുത്തിട്ട് എണീറ്റിരിക്കുമ്പോൾ ചെറിയ തലയ്ക്കൊരു ആട്ടമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ തലയിൽ കൈവച്ചിട്ട് ഈശോ, മറിയം, യൗസേപ്പേ എൻ്റെ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും സൗഖ്യം തന്ന് എനിക്ക് കൂട്ടായിരിക്കണമേ, ഇന്ന് എന്നെ നടത്തണമേ. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പൊതുവായിട്ടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രത്യേകം അനുഭവപ്പെടുന്ന രോഗാവസ്ഥകളൊക്കെ പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എണീക്കുമ്പോൾ സ്വർഗ്ഗസ്വനായ പിതാവേ എന്നുള്ള ജപം ചൊല്ലിക്കൊണ്ടാണ് എണീക്കുന്നത്. 40 സ്വർഗ്ഗസ്വനായ പിതാവേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് വിശുദ്ധാത്മാക്കളെക്കുറിച്ചൊരു പുസ്തകം വായിച്ചപ്പോൾ അത് നല്ലതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും ഈ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് എണീറ്റ് 5:45 പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് തിരിച്ചു വരും. മരിയഭക്തിയിലേക്ക് വരാനുണ്ടായ കാരണം വീട്ടിൽ ജപമാല ഭക്തി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു ഭക്തിയിൽ വളരാനായിട്ട് ഇടയായി. എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആൻറ്റി രാത്രികളൊക്കെ എഴുന്നേൽപ്പിച്ച് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. ഒരു സിസ്റ്ററായി. അപ്പോൾ അത് ഒരു കാരണമായി. പിന്നീട് ഞാനിങ്ങനെ സെമിനാരിൽ പോയി. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴും ഞാൻ ജപമാലയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു. പക്ഷേ വലിയൊരു പ്രത്യേക ഭക്തിയൊക്കെ ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു കാരണം എൻ്റെ വല്യമ്മ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കൊന്തയില്ലെന്ന് കാണാമായിരുന്നു. പിന്നീട് വല്യപ്പന് അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് 10 കൊല്ലം കണ്ട് ജീവിച്ചു. അപ്പം ഞാനൊരു ദിവസം നടക്കുമ്പം വല്യപ്പൻ, എടാ ഞാൻ അമ്മയ്ക്ക് വേണ്ടി 151 മണി ജപം കൊന്ത ചെല്ലുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരാടാ ചെല്ലുക എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പന് പ്രായമായി, കിടപ്പായി, ആശുപത്രിയിലാണെന്നറിഞ്ഞു. ആ ദിവസങ്ങളിൽ ബൈക്ക് മറിഞ്ഞ് എൻ്റെ കാല് പൊള്ളി ഞാൻ ആശുപത്രിയിലായിരുന്നു. ഞാൻ ജീപ്പെടുത്ത് അപ്പോഴേ വിട്ടു. അവിടെ ചെന്നു. അടുത്ത മുറി ഞാൻ അഡ്മിറ്റായി.
അങ്ങനെ ഒരു ദിവസം ഞാനും ആൻറ്റിയും കൂടെ ഇങ്ങനെ വെളുപ്പിന് കാപ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പനോട് നല്ല സുബോധം വന്നു. എല്ലാവരും മരിക്കണം, ഞാനും മരിക്കണം, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുരിശൊക്കെ വാങ്ങി മുത്തി കുദാശയൊക്കെ സ്വീകരിച്ച് അത് കഴിഞ്ഞ് മരിക്കാതെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഒരു 2 ആഴ്ചയോളം അങ്ങനെ കിടക്കുന്ന രംഗം ഉണ്ടായി. അപ്പോൾ ഞാനൊരു ദിവസം അടുത്ത് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇതെന്നെ അപ്പനിങ്ങനെ മരിക്കാതിരിക്കുന്നത്, അങ്ങനെ ഒരു ചിന്ത. അപ്പോൾ അപ്പനോട് ചോദിച്ച കാര്യം ഞാൻ ഓർത്തു, ആരാടാ എനിക്ക് വേണ്ടി ജപമാല ചെല്ലുന്നത്? ഉടനെ ഞാൻ തീരുമാനിച്ചു, ഒരു 5 വർഷത്തേക്ക് എല്ലാ ദിവസവും അപ്പന് വേണ്ടി ജപമാല ചെല്ലിക്കോളാം. അങ്ങനെ തീരുമാനിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു, അന്തികുദാശ കൊടുത്തു, അപ്പം മരിച്ചു. അടക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിലുണ്ടായിരുന്ന പൊള്ളലെല്ലാം ഉണങ്ങി, അതും റെഡിയായിട്ടുണ്ട്. അതൊരു എല്ലാ ദിവസവും ജപമാല ചെല്ലാനായിട്ടുള്ള നിർബന്ധമുണ്ട ഒരു കാര്യമാക്കി അത് മാറ്റി. പിന്നീട് അടുത്ത ഒരു കാര്യം ഇതാണ്, ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എൽഡർ തോമസ് കാക്കക്കൂട്ടുങ്കൽ, അദ്ദേഹം എന്നോട് അന്ന് എൽഡറിങ്ങിന് പോയതാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, 153 മണിയായപ്പം കൊന്ത ചെല്ലാൻ പറഞ്ഞു. നന്മറിഞ്ഞ മറിയം ചെല്ലിയാൽ മതി, പരിശുദ്ധ മറിയം ചെല്ലിയില്ലേലും കുഴപ്പമില്ല. അത് ഞാൻ മൊത്തമായിട്ട് അത് ചെല്ലി. അത് 90 ദിവസം ചെല്ലണമെന്നാണ് പറഞ്ഞത്. അത് 90 ദിവസം ഞാൻ മുടങ്ങാതെ ചെല്ലി. പിന്നെ ആദ്യത്തെ ദിവസം ഈ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ മാതാവ് കുറേ ജപമാലയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു. എൻ്റെ അടുത്ത് തരികയാണ്, കൊടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയെ അതിനകത്ത് കാണിച്ചു തരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയുണ്ട്, അമ്മയെപ്പോലെ സ്നേഹിച്ച ഒരു അമ്മയാണ്. ഈ 2 പേരെ എനിക്കിങ്ങനെ കാണിച്ചു തന്നു അന്ന് തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ചില സന്ദേശങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കിട്ടി. അത് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മയ്ക്ക് ഇതിന് മുമ്പൊന്നും ഞാൻ ഉമ്മയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല, അങ്ങനെ ഓർമ്മയൊന്നുമില്ല. പക്ഷേ അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ മുട്ടുകുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് എന്നെ മുതലുണ്ടാണെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ കൽപ്പറ്റയിൽ ഏലം വെച്ചിട്ട് നന്നായിട്ട് കായ്ക്കുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നന്നായിട്ടങ്ങ് ഏലം ഉണ്ടാകാൻ തുടങ്ങി. നല്ല നമ്മൾ വിചാരിക്കാത്ത പോലെയുള്ള വിളവുകൾ എനിക്ക് കിട്ടുന്നൊരു അനുഭവം ഉണ്ടായി. പിന്നെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ജപമാല കൊടുത്തു. അമ്മ പ്രായമായിരിക്കുക, അപ്പോൾ എപ്പോഴും ജപമാല ഇരിക്കും, മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ, പിന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ നോക്കണ്ട, ചൊല്ലിക്കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ജപമാലയൊക്കെ ചൊല്ലി. അമ്മ ഡിസംബർ 8-ാം തീയതിയാണ്, മാതാവിൻ്റെ ദിവസമാണ്, അന്നാണ് അമ്മ മരിക്കുന്നത്. അപ്പോൾ അതും എനിക്കൊരു പ്രത്യേക അനുഭവമായി. മാതാവിൻ്റെ അനുഭവം പ്രധാനമായിട്ട് പ്രലോഭനങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഞാൻ മുട്ട നിന്ന് കൈവിരിച്ച് പിടിച്ച് ഈ 4 ജപമാലയും കൈവിരിച്ച് പിടിച്ച് ചെല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ പ്രലോഭനമൊക്കെ അങ്ങ് വിട്ടുപോകും. അങ്ങനെ മാതാവിനുള്ള ഭക്തി പിന്നെ അങ്ങനെ വളർന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുട്ടുകുത്താൻ പറ്റിയല്ല, നടുവിന് വേദനയായി. അപ്പോൾ ഒരു അച്ഛനോട് പറഞ്ഞു, ഇനി ശരീരത്തെ പീഡിപ്പിക്കണ്ട, അങ്ങനെ മുട്ടുകുത്താതെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ എൻ്റെ എൽഡർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ജോസേട്ടനോട് കൈ പൊക്കി കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനെ അടുത്ത് വിളിച്ച് മാതാവ് അടുത്തുനിന്ന് കണ്ടുകൊണ്ട് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഏത് കാര്യത്തിനായാലും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ആത്മീയ ഉണർവും ശക്തിയും പ്രസംഗിക്കാനായിട്ടുള്ള കൃപയും ഒക്കെ ലഭിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ 87-ലാണ് ഞാൻ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് എന്ത് കഷ്ടമോ നഷ്ടമോ മരണമോ വന്നാലും വേണ്ടി എന്നെ അങ്ങടേതാക്കി മാറ്റണേ. അപ്പം ഞാനങ്ങനെ അങ്ങനെ പറയാൻ കാരണം, എനിക്ക് 3 തോട്ടത്തിൻ്റെ ചുമതലയുണ്ട്, കുടുംബങ്ങളുണ്ട്, പണിക്കാരുണ്ട്, ക്ലബിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ജില്ലാ പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡൻ്റാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന റോട്ടറി ക്ലബിലുണ്ട്. പിന്നെ ഈ ടാക്സ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ നോക്കി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പണിക്കാരുടെ കൂടെ കൂടി അവസാനം കുടിക്കാൻ പഠിച്ചു. പിന്നെ ചീട്ട് കളിക്കുക, ചീത്ത പറയുക, പുകവലിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ സംസ്കാരത്തൊക്കെ അങ്ങനെ വരുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കഴിവ് കൊണ്ട് നന്നാകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈശോയെ ഏൽപ്പിച്ച രക്ഷകനാണല്ലോ അങ്ങനെ രക്ഷിക്കുക. എന്ത് കഷ്ടമോ നഷ്ടമോ മരണമോ വന്നാലും വേണ്ടിയാലും എന്നെ അങ്ങടേതാക്കി മാറ്റണം. പിന്നെ ഒരു കഷ്ടങ്ങളുടെ ഒരു ഇതായിരുന്നു. ഒരുപാട് കടങ്ങൾ വന്നു, കേസുകൾ വന്നു, രോഗങ്ങൾ വന്നു, എണീക്കാൻ വരാതെ കിടപ്പാവുന്നൊരു അനുഭവം വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കമൊന്നുമില്ല, ജപമാലയും പ്രാർത്ഥനയ്ക്കൊന്നും മുടക്കമൊന്നുമില്ല.
അങ്ങനെ ഇരിക്കുമ്പം എണീക്കാൻ മേലെ ഞാൻ കിടപ്പായ നടുവേദന പിടിച്ചിട്ട് കിടപ്പായ ഇടയ്ക്ക് ഒരാളെന്നെ തല്ലി മറുവശം കാണിച്ച് അവിടെയും കിട്ടി. ഞാൻ പറഞ്ഞു ഇനി തല്ലിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ എന്നെ തല്ലിയില്ല. പക്ഷേ അന്ന് ഞാൻ ഈ തല്ല് കൊണ്ട ദിവസം ഇവിടുന്ന് ബസ്സേ കയറിയാൽ നമുക്ക് കൊന്തയല്ലിക്കൊണ്ടേ പോകുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ 4 കൊന്ത, അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തൃശ്ശൂർക്ക് 4 കൊന്ത, അവിടെ നിന്ന് പിന്നെ കോട്ടയത്തിന് 4 കൊന്ത, അത് കഴിഞ്ഞിട്ട് മുണ്ടക്കയത്തേക്ക് 4 കൊന്ത. മുണ്ടക്കയത്ത് ഇറങ്ങിയിരിക്കുമ്പോഴാണ് ഈ എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ച് കുടിച്ചിട്ടുണ്ട്, കുടിക്കുന്ന ആളാണ്. എന്നെ കണ്ടപ്പോൾ കുറേ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ ബാഗിന് കയറി പിടിച്ചു. ഞാനൊരു 50 രൂപ കൈ കൊടുത്തു. മദ്യപിക്കാനാണെന്ന് എനിക്കറിയാം. 50 രൂപ കൊടുത്ത് കഴിഞ്ഞപ്പോൾ 50 പോരാ 100 കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ കള്ളു കുടിക്കാനുള്ള പൈസ എൻ്റെ അടുത്തില്ല. അപ്പോൾ എന്നെ കുളർന്ന് കയറി പിടിച്ചു. അപ്പോൾ ഞാൻ അതിനെ തല്ലരുത്, ഞാൻ തിരിച്ച് തല്ലത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിട്ട് 1 തന്നു, പിന്നെ 2 കിട്ടി. ഈശോയെ 40 അടിയെങ്കിലും അടിച്ചിട്ടുണ്ട്, പിന്നെ കുശി തറച്ചിട്ടുണ്ട്. അതോർത്തിട്ട് ഞാൻ കിട്ടിയാൽ വാങ്ങിച്ചോളാൻ തീരുമാനിച്ചു. അങ്ങനെ തല്ലുകൊണ്ടായ അവസ്ഥയുണ്ടായി. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് നടുവേദന പിടിച്ച് നടുവ് വെട്ടിയിട്ട് കിടപ്പായി. അപ്പോൾ കടമ കിട്ടാൻ പൈസയില്ല, കേസ് നടത്താനുണ്ട്, 4 കേസുണ്ട്. രോഗങ്ങളിങ്ങനെയായി, എണീക്കാൻ പറ്റുന്നില്ല, സഹായിക്കാൻ ആരും ഇല്ലാത്ത പോലെ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കിടപ്പായി. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു ഡാഡിക്ക് നല്ല പറ്റിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ ഈശോയെ വിടുന്ന പരിപാടി എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ആ സമാധാനം പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായി, കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരാത്ത സമാധാനം. അത് അത്യാവശ്യം വരുമ്പോഴൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ആദ്യത്തെ പരിപാടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അത് 4 ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കും. എൻ്റെ പേര് സഹജമ്മ. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മോള് നിഷ, അവൾ ഡീപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മോള് അയർലൻഡിലാണ്. ചെറിയ മോള് ബാംഗ്ലൂരിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ എല്ലാം ജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്നെ കൊണ്ടു നടക്കുന്നത് പോലും മാതാവാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല വിഷമഘട്ടങ്ങളിലും മാതാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹം എന്നിലേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടും. ഞാൻ എന്ത് കൊച്ചു ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പോഴും മാതാവിനെ വിളിച്ചാണ്, മാതാവേ അത് ശരിയാക്കണേ, എനിക്കൊന്നും അറിയത്തില്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അവരുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് പറയും, മാതാവേ മക്കളെ അനുഗ്രഹിക്കണമേ, ഇവിടുന്ന് പോകുമ്പോഴും തിരിച്ചു വരുന്നവൻ വരെ മാതാവ് കൂടെ ഉണ്ടായിരിക്കണമേ. പരീക്ഷയ്ക്കാണേലും മാതാവെ കൂടെ അവരുടെ കൂടെ നിന്ന് പരീക്ഷ എഴുതാനും അമ്മയുണ്ടായിരിക്കണമേ. പക്ഷേ ഒത്തിരി അനുഭവങ്ങൾ, അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയതായിട്ട് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ വലിയ സാന്നിധ്യം, മാതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടവിടെ നടക്കുന്നതായിട്ടുള്ള അനുഭവം ഒത്തിരിയേറെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പറയും, എന്ത് കാര്യം ചെയ്യുമ്പോഴും മക്കളോടാണെങ്കിലും പറയും, ഒരു ദിവസം പോലും വൈകിട്ട് ജപമാല ചെല്ലാതെ നിങ്ങൾ കിടക്കരുത്. ജപമാല എപ്പോഴും മാതാവിനെ മുറുക്കെ പിടിച്ചോണം കയ്യിൽ. ഏതവസ്ഥയിൽ, ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും മാതാവിനെ കൈപിടിച്ച്, അമ്മ നമ്മളെ കൈവിടുകയില്ല, ഒരിക്കലും കൈവിടുകയില്ല. മാതാവിനെ അതുപോലെ തന്നെ മക്കൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ എൻ്റെ മാതാവേ, അല്ലെങ്കിൽ എത്രയും നേരം മാതാവേ എന്നുള്ള ജപം തുടർച്ചയായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കും. മാതാവിൻ്റെ വേറെ ഒരു ഭയങ്കര അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ മോള്, രണ്ടാമത്തെ മോള്, അവൾ പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ തുടർച്ചയായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചു, മാതാവേ കരുണ കാണിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയുടെ അമ്മ മാധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തോടെ ഞാനും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവൾക്ക് അവിടെ പോകാനും സന്തോഷത്തോടും സുഖത്തോടും കൂടി അവിടെ ആയിരിക്കുവാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. മക്കളെല്ലാവരുടെയും കാര്യത്തിലും അതെ, മാതാവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് ഞാൻ ഏത് സ്ഥലത്തേക്ക് അവരെ വിടുകയുള്ളൂ. പുറത്തേക്ക് പോകുമ്പോഴെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥയ്ക്കായി സമർപ്പിച്ചിട്ടാണ് അവരെ ഞാൻ പറഞ്ഞയക്കുന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വെർട്ടിഗോ, ബാലൻസ് പ്രശ്നം വന്നിട്ട്
എണീക്കാൻ, നടക്കാൻ, കുനിയാൻ, നിവരാൻ, കിടന്നിട്ട് തിരിഞ്ഞ് കിടക്കാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ ബാലൻസ് പ്രശ്നമുണ്ട്. ദൂരേക്കൊന്നും പോകാനൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. രോഗം ഉണ്ടായപ്പോഴേ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഡോക്ടർ വന്നു, ഹോമിയോ ഡോക്ടർ വന്ന് കുറച്ച് മരുന്നൊക്കെ തന്നു. അതുകൊണ്ട് സുഖമായില്ല. പിന്നെ ആയുർവേദ മരുന്ന് വാങ്ങിക്കഴിച്ചു, അതുകൊണ്ട് സുഖമായില്ല. അത് കഴിഞ്ഞ് കോഴിക്കോട് പോയി, അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു, അതുകൊണ്ട് എനിക്ക് സുഖമായില്ല. ഇയർ ബാലൻസിൻ്റെ പ്രശ്നത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ പോയി കണ്ടു, അതുകൊണ്ട് സുഖമായില്ല. അപ്പോൾ അങ്ങനെ സുഖമാകാതെ ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റ് 2-3 മാസം അങ്ങനെ അങ്ങ് പോയി. എവിടെയും പോകാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ. പലപ്പോഴും ഭാര്യ എന്നെ കൈ പിടിച്ച് വേണം നടത്തണം, അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു ദിവസം രാവിലെ മാതാവിനെ കാര്യമായിട്ട് വിളിച്ച്, കര ഉയർത്തി മാതാവിനെ കൺമുമ്പിൽ ദർശിച്ചുകൊണ്ട് തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഞാൻ പതുക്കെ എഴുന്നേറ്റിരുന്നിട്ട് ഈശോയോട് ചോദിച്ചു, ഈശോ ഇതെന്ത് പരിപാടിയാണ്? 3 മാസമായി ഇത്രയും ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല, എന്താ ഉദ്ദേശം? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിത്രം ഇതാണ്. ഈ ടാജ് ഹോട്ടലിന് ബോംബിട്ടിട്ട് ഇങ്ങനെ മനുഷ്യരെ കൊന്ന സംഭവമൊക്കെയാണ് ബോംബെയിൽ. അപ്പോൾ ഇത് ടി വിയിൽ ഇങ്ങനെ കാണുന്ന ആ ദൃശ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ടൊരു ഈശോ പറയുന്നത് പോലെ, നിനക്ക് സമാധാനത്തിൻ്റെ വഴി അറിയാം, നീ എന്തുകൊണ്ട് ഇറങ്ങി പ്രസംഗിക്കുന്നില്ല? അപ്പം ഞാൻ ഈശോയോട്, അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡിൽ 3 മാസം തലകറക്കമാണ്, ഈ സെക്കൻഡിൽ അത് വിട്ടുമാറുകയാണെങ്കിൽ ഞാനൊരു മൈക്ക് വാങ്ങിച്ചോളാം, ഞാൻ പോയി പ്രസംഗിച്ചോളാം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ തലയിൽ കൈവച്ചു. ഈശോയെ കൈവച്ച് എന്നെ ഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോ കൈവെക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു തലകറക്കം പിന്നീട് ഒരിക്കലും വലുതായിട്ടുള്ള തലകറക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെറുതല ഔസേപ്പൻ ചേട്ടനെ തെരുവിൽ പ്രസംഗിക്കാനായിട്ടൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പുള്ളി മൈക്ക് തന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൗഖ്യം പ്രാപിക്കുകയാണെങ്കിൽ മൈക്ക് വാങ്ങിക്കാൻ പ്രസംഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഏരിയ ആയതുകൊണ്ട് അവരോട് പറയണം. അപ്പോൾ ഒരു മുസ്ലിം ഒരാൾ എൻ്റെ അടുത്തൊരു ഖുറാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഖുറാനൊക്കെ എടുത്ത് വായിച്ച് നോക്കി. ഒരു കുഴപ്പമില്ലാതെ അവരെ പിണക്കാത്ത രീതിയിൽ സമാധാനത്തെ സുവിശേഷം പറയാനുള്ള കുറച്ച് കൊട്ടേഷനൊക്കെ എടുത്തു. ഒക്കെ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ പ്രസംഗം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ പോയി നിന്ന് ഞാൻ തന്നെ ഉള്ളൂ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പരിചയമുള്ള 2 മുസ്ലിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രസംഗം എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവരെ മീൻ മാർക്കറ്റിൽ വിളിച്ചു. അവിടെ പോയി അവിടെയും ഈ സുവിശേഷം ഞാൻ പ്രസംഗിച്ചു. പിന്നെ അടുത്ത കാലത്ത് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം കുറച്ച് നാളത്തേക്ക് പോകുന്നില്ലായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരാളും വേറൊരാളുണ്ട് മൈക്കും വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്നെ കൂടെ ചെല്ലാമെന്ന് ചോദിച്ചു. സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പോകാൻ കിട്ടി. ഞാൻ പോയപ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കേണ്ട ഒരു കാര്യമാണ് വന്നത്. അവർ ഈ നമസ്കാരത്തിൻ്റെ സമയമാണ്. ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഈസാ നബിയെക്കുറിച്ചാണ് പ്രസംഗിക്കാനായിട്ട് നിൽക്കുന്നത്. മറിയം ബേബി വഴിയാണല്ലോ ഈസാ നബി വന്നത്, അവരുമായിട്ട് താല്പര്യപ്പെട്ടിട്ട് പറയുന്നതാണ്. എന്നിട്ട് ഈ മറിയം ബേബിയിലൂടെ ഉണ്ടായ സംഭവങ്ങൾ 20 രഹസ്യങ്ങളും ദേവന്മാരുടെ 20 രഹസ്യങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞ് അവരോട് സംസാരിച്ച് അതിൻ്റെ പുറകെ ഈശോ പഠിപ്പിച്ച സുവിശേഷ സത്യങ്ങളൊക്കെ പ്രസംഗിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നിട്ട് സുവിശേഷം വാങ്ങിച്ചു, മാസിക വാങ്ങിച്ചു. പിന്നെ കരിക്മായുടെ ഒരു ബുക്കുണ്ട്, സുവിശേഷത്തിൻ്റെ സംഗ്രഹം. ആ ബുക്കൊക്കെ അവർ വാങ്ങിച്ചു. അത് വളരെ താല്പര്യപ്പെടുന്ന ഒരു അനുഭവം അന്നുണ്ടായി. അതെനിക്ക് തമ്പുരാൻ പറഞ്ഞത് പോലെ പ്രസംഗിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക് വലിയ. അതൊരു മീൻ മാർക്കറ്റിൽ അവർ ചെല്ലാൻ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ എനിക്ക് കസേരയൊക്കെ ഇട്ട് ചായ കൊണ്ടുത്തന്ന് ഞാൻ അവിടെ ഒന്ന് പ്രസംഗിച്ചു. രണ്ടാമത് വീണ്ടും പ്രസംഗിച്ചു. അപ്പോൾ അവർ പറയുന്നത് എല്ലായിടത്തും പോയി പ്രസംഗിക്കണമെന്നാണ് പറയുന്നത്. ഈ മുണ്ടക്കയിൽ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ മീനങ്ങാടി പോയി, മൈക്കുണ്ട്, പവറുള്ള മൈക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ ആൾക്കാർ മരിച്ചുപോയതിൻ്റെ സങ്കടമൊക്കെ നമുക്കുണ്ട്. അത് കാണുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാൻ തോന്നത്തില്ലാത്ത സങ്കടമൊക്കെ അതുമായിട്ട് ഞാൻ താതാത്മ്യപ്പെട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട്, എങ്കിലും പ്രിയ സഹോദരന്മാരെ, ഈ ശരീരത്തിനെ കൊല്ലുന്നതിനെ പേടിക്കേണ്ടെന്ന് ഈശോ മിശിഹാ പറഞ്ഞിരിക്കുന്നത്. ആത്മാവാ ജീവൻ നൽകുന്നത്. അവരുടെ ആത്മാവൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരുടെ ആത്മാവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് സുവിശേഷത്തിലെ ദൈവസ്നേഹം, പാപാവസ്ഥ, യേശുരക്ഷകൻ, പരിശുദ്ധാത്മാവ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പ്രസംഗിച്ച് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച്
കൽപ്പറ്റയിൽ വന്ന് മീമാങ്കം ചെന്നപ്പോൾ മീമാർക്കിലുള്ള ആൾ പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം വളരെ നല്ല പ്രസംഗമായിരുന്നു. അപ്പോൾ ആ അവസരത്തിനനുസരിച്ച് ആ ഒരു രീതിയിൽ അത് പറയാനായിട്ട് പ്രത്യേകമായിട്ടുള്ള കൃപ തന്നു. അപ്പോൾ എതിരെ പോകുമ്പോഴും ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴും ജപമാല ഉണ്ടാകും. ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോവുക. അവിടെ ചെന്നാൽ നമ്മൾ പിന്നെ സുവിശേഷം പ്രസംഗിക്കും, ജപമാല കൈ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കത്തോലിക്കയുടെ പ്രസംഗമാണെന്ന് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഒരു സുഹൃത്ത്, പണ്ട് എനിക്ക് മാനേജറായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കടം കയറി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മക്കളെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഒരു രക്ഷയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, അപ്പം ഞാൻ തൽക്കാലത്തേക്കൊരു പണി കൊടുക്കാം എന്ന് പറഞ്ഞ് പണി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് 1 മണിക്കൂർ ഈശോയുടെ അടുത്ത് ഇരുന്നോണം, മനസ്സിൻ്റെ വിഷമമൊക്കെ സമർപ്പിച്ചോളണം. പുള്ളി എന്ത് ചെയ്തു, എല്ലാ ദിവസവും രാവിലെ ഒന്ന് കുർബാന കൂടും, വൈകിട്ട് 4 മണി കഴിയുമ്പം വരും, പള്ളിയിൽ വന്നിരിക്കും, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിന്, ഒരു ബേബിച്ചനാണ് പാമ്പാട്ടന്മാരെയുള്ള, പുള്ളിയെ ഇയാളെ വിളിച്ചിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ജോലി കൊടുത്തു. മോളെ ഫ്രീ ആയിട്ട് പൈസ മുടക്കാതെ കെട്ടിച്ചു കൊടുത്തു. മോന് ജോലി കൊടുത്തു, പിന്നെ കിടക്കാൻ വീട് കൊടുത്തു, വണ്ടി കൊടുത്തു. ഇനി അയാളുടെ മകന് ഈ കോവിഡ് വന്നിട്ട് മരുമകൻ കോവിഡ് വന്നിട്ട് മരിച്ചു പോകും എന്ന് ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടേ കിടത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറേക്കാളും വലിയ ഡോക്ടർ നമ്മളോട് ഉണ്ടല്ലോ, ഈശോ ഉണ്ടല്ലോ. ഈ ചേട്ടൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ ചെയ്യുന്ന മനുഷ്യനാണ്, കൊന്ത ചെല്ലുന്ന ആളാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞത് കൊന്ത ചെല്ലിക്കുക, വിഷമം വരുമ്പോഴൊക്കെ കൊന്ത ചെല്ലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ചേട്ടനായിട്ട് എൻ്റെ കൂട്ടത്തിൽ കൂടിക്കുക മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ആ മകന് എഴുന്നേറ്റ് നടന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ മകന് ഇതുപോലെ കോവിഡ് വന്ന് അവസാനം വെൻറ്റിലേറ്ററിലായി. അപ്പോൾ ലങ്സൊക്കെ അതിൻ്റെ തീർന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ കാരിത്താസിൽ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഏതായാലും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി സുഖപ്പെട്ടു, എഴുന്നേറ്റ് വന്നു. അപ്പോൾ അങ്ങനെ പറയുന്നത്, അവൻ ലങ്സ് ഇല്ലാതെ ശ്വാസം വലിക്കുന്ന ഒരാളെ ലോകത്ത് ജീവിപ്പിച്ചിരിപ്പുള്ളൂ, ഇവനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോൾ പുള്ളിയുടെ കടയിൽ ജോലിക്കൊക്കെ സഹായിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു മിറാക്കുലസ് അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ അതെനിക്കൊരു വലിയ അനുഭവമാണ്. ഈ നമ്മുടെ കൂടെ ഇരിക്കുന്നൊരു കർത്താവ് നമ്മൾ ആരെവിടെ ഇരുന്നാലും വിളിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് വിശ്വാസം ഉണ്ടായി കിട്ടിയാൽ ആ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നു, നമ്മുടെ കൂടെ ഞാൻ അവരോട് പറയും, നമ്മുടെ ഉള്ളിൽ ഈശോയുണ്ട്, പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, യേശുപിതാവ് കൂടെയുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക. ഞാനല്ല സുഖപ്പെടുത്തുന്നത്, കർത്താവാണ് സുഖപ്പെടുത്തുന്നത്. എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ല. കർത്താവ് വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്നവർക്കൊക്കെ കർത്താവ് ഈ സൗഖ്യാനുഭവം കൊടുക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്നെ വളരെ സ്പർശിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് കൊന്തയിൽ നിന്ന് വിട്ടുപോകാനായിട്ടേ തോന്നത്തില്ല. ഏത് കാര്യത്തിന് പോയാലും ഞാൻ കൊന്തയിൽ കൊണ്ടേ പോവുള്ളൂ. കൊന്തയിൽ കൊണ്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിലും കൊന്തയിൽ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇപ്പം നടക്കാൻ പോകുമ്പോഴും കൊന്തയും കൊണ്ട് പോകും. പോകുമ്പോൾ എനിക്ക് നാണക്കേടൊന്നുമില്ല. മനുഷ്യർ എന്നെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാനതിനെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. ദൈവകൃപയാൽ കിട്ടിയ ഒരു ഭവനം, അതുപോലെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പ്രത്യേക മുറി ഞങ്ങൾ പ്രത്യേകം മാറ്റിവെച്ചു. ആൾക്കാർ ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കും ഒരു പ്രാർത്ഥനാലയമായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. കാരണം വെള്ളം കൊണ്ടേ കിടത്തുമൊന്നുമില്ല. അതിന് എൽഡർ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും ഇതിനകത്ത് കൊണ്ടേ കിടത്തുകയൊന്നും ചെയ്തേക്കരുത്, അവിടെ പ്രാർത്ഥനാലയമാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥനാലയമായിട്ടുള്ള ഒരു അനുഭവമാണ്. വന്ന് കയറുന്ന ചിലരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദൈവാനുഭവം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയുടെ അതിൻ്റെ ക്ലൈമാക്സ് പോയിൻ്റ് ഇവിടെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് വചന സന്ദേശം സ്വീകരിച്ച് അതിന് ബൈബിൾ വായിച്ച് പിന്നെ
ഇത്തിരി എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത് 1 മണിക്കൂർ സമയം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാവിലെ ഏതാണ്ട് ഒരു 3 മണിക്ക് ഉണർന്നാൽ ഒരു 8-8:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സാധാരണ പ്രാർത്ഥന തീരുക. ഇത് എൻ്റെ ഇടവക ദേവാലയമാണ്. വർഷങ്ങളായി ഇവിടെ വന്നിരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 35 വർഷമായിട്ടുണ്ട്. മാതാവിനെ പിടിച്ചാൽ ഏത് കാര്യമായാലും, എത്ര അസാധ്യം നമ്മൾ പറയുന്ന കാര്യമായാലും അത് കിട്ടും. കിട്ടണം പറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം. മാതാവിനോടൊരു ഭക്തി നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് കൂടെ ഇരിക്കും. നമ്മൾ കൂടെ ഇരിപ്പുണ്ടെന്ന് വിശ്വസിച്ചാൽ മാതാവ് കൂടെ ഉണ്ടാവും, യേശുപിതാവും കൂടെ ഉണ്ടാവും, അതുപോലെ തന്നെ ഈശോയും കൂടെ ഉണ്ടാവും. ദേവാലയമാണ് നമ്മുടെ അവസാനത്തെ സങ്കേതം. നമ്മൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ വന്നിരുന്ന് നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും കർത്താവിനത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കർത്താവ് സജീവനായിട്ട് ഈ കുർബാനയിൽ എഴുന്നള്ളി ഇരിപ്പുണ്ട്. അത് സത്യമാണ്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.